അത് സമ്മതിക്കുന്ന ഒരു വർക്കുണ്ടെങ്കിൽ വെൽക്കാം. അങ്ങനെ സമ്മതിച്ചിട്ടാണ് ആ അമ്മയെ എന്താ ആ വസ്തുവിനെ സ്വീകരിക്കുന്നതെന്ന് ഗുരുദേവനെ പറ്റിയുള്ള കൃതി വായിച്ചോ, ഗുരുദേവനെ പറ്റി പറഞ്ഞു കേട്ടോ ഒക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അവിടെ ഒന്നും ഒരു നിയന്ത്രണം കൊണ്ട് ആ ഉണ്ടായ ഈശ്വര പ്രേമത്തിൽ നിന്ന് വഴിമാറ്റിവിടാൻ സാധിക്കുകയില്ല. അത്ര അവ്യാജമാണ്. അല്ലെങ്കിൽ ഒരുപാട് പേര് പുനശ്ച സന്യാസി ഗൃഹസ്ഥനീവ അനുഭവിച്ചിട്ടുണ്ട്. സന്യാസി ഒരിക്കൽ സന്യാസിയായി പോയിട്ട് പിന്നെ ഗൃഹസ്ഥനായി മാറുന്ന അനുഭവങ്ങളൊക്കെ ലോകത്ത് ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതങ്ങനെയൊന്നും ഒരു തടസ്സം കൊണ്ട് ആ വഴി മാറ്റിവിടാൻ സാധിക്കുന്നതല്ല. പ്രേമം വാണിക്ക് വിഷയമല്ല. വാണി വാക്ക് അതീതമാണ് എന്നാണ്, വാക്കുകൾക്ക് അപ്പുറമാണ്. ഇന്ന പ്രകാരത്തിലാണ് ഈശ്വര പ്രേമം എന്ന് പറയാൻ സാധിക്കില്ല. അത് അനുഭവനീയമാണ്, അനുഭവിച്ച് മാത്രം അറിയുന്ന കാര്യമാണ്. നമുക്ക് ഏതെങ്കിലുമൊക്കെ വൈകിട്ട് ഇന്ന അളവിലാണെന്ന് പറയാം, ഉൽപ്പാദനത്തിന് ഇന്നതാണ് അളവ്, അല്ലെങ്കിൽ അതിൻ്റെ നിറം ഇന്നതാണെന്ന് പറയാം. നമുക്ക് ഓരോന്നിൻ്റെ വലിപ്പങ്ങളൊക്കെ മെഷറബിളാണ്. പക്ഷേ ഈശ്വര പ്രേമം ഇമ്മെഷറബിളാണ്. ഒരിക്കലും അതിനെ കണക്കാക്കാൻ ഒരളവെടുക്കാൻ സാധിക്കുന്നതേ ഇല്ല. ഓരോരുത്തരിലുള്ള പ്രേമം ഇന്നതിന് തുല്യനാണ് അത് പറയാൻ സാധിക്കില്ല. അതങ്ങനെ ഇടതടവില്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മഹാസത്യമായിരിക്കുന്നു. പ്രേമാഗ്നിയിൽ താനും തന്നെയും ആഹുതി ചെയ്യപ്പെടുന്നു. പ്രേമത്തെപ്പറ്റി വാത്സല്യത്തെപ്പറ്റി പറയുക എന്താണ്? പ്രേമാഗ്നിയിൽ താനും തൻ്റെതും ആഹുതി ചെയ്യപ്പെടുന്നു. ഓർമ്മിച്ച് വയ്ക്കേണ്ട, ചില്ലിട്ട് മനസ്സിൽ സൂക്ഷിക്കേണ്ട വാക്യമാണ്. ആഹുതി ചെയ്യപ്പെടുന്നത് ഏതാണ്? താനും തൻ്റെതും. തൻ്റെ വാക്കുകളെ താൻ എന്ന ഭാവത്തെ അതിൽ ആഹുതി ചെയ്യുകയാണ്. ആഹുതി ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ ഹോമിക്കുകയാണ്. പിന്നീട് ഒരു സാക്ഷാത് പ്രേമിക്ക് താനില്ല, തൻ്റേതില്ല, എല്ലാം അവിടെ സമർപ്പണം. ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, കരുഷി അശ്നാസി ജുഗോഷി സത്പുരുഷർപ്പണം, എല്ലാം എന്നിനായി അർപ്പിക്കുക എന്നുള്ളതാണ് ആ ഭക്തിയുടെ പരമ സത്യം. പ്രേമിക്ക് തൻ്റെ മനസ്സിൽ അധികാരം ചെലുത്താൻ കഴിയുകയില്ല. പ്രേമി എന്ന ആ ഈശ്വരന് പോലും ഭക്തന്റെ മനസ്സിൽ ഒരു അധികാരം ചെലുത്തുവാൻ സാധിക്കില്ല. കാരണം ഭക്തന്റെ ദാസനാണ് ഭഗവാൻ. ഭക്തന്റെ ദാസനായ ഭഗവാന് ഭക്തന് മേൽ അധികാരപൂർവ്വം ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അവിടെ അധികാരി ആരാണ്? ഭക്തനാണ്. അതുകൊണ്ട് അതിൻ്റെ പൂർണ്ണാധികാരവും പ്രേമാസ്പദന് മാത്രമുള്ളതാണ്. പ്രേമം ഉദിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും അർപ്പണം ചെയ്യേണ്ടി വരുന്നില്ല. പ്രേമം ഉദിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും അർപ്പണം ചെയ്യേണ്ടി വരുന്നില്ല. എല്ലാം സ്വയം അർപ്പണമായി ഭവിക്കുന്നു. ഒന്നും ആ രണ്ട് വാക്യം ഒന്ന് താരതമ്യം ചെയ്ത് വായിക്കണം. ഒന്നും അർപ്പണം ചെയ്യേണ്ടി വരുന്നില്ല. പിന്നെ കുറെ ആളുകളെ നയിച്ചു കൊണ്ടുവന്നിട്ട് ഇന്ന സ്ഥലങ്ങളിൽ ഇരുന്നുകൊള്ളൂ എന്ന് ആളുകൾ പറയാറുണ്ട്. പക്ഷേ ആ സദസ്സിൽ വന്ന് യോജിച്ച സ്ഥലങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് ഇരുത്തണ്ടാകും. വരുന്ന ആളുകൾ ഉചിതമായ സ്ഥാനങ്ങളിൽ വേണ്ട പോലെ വന്നിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ആളുകളെ ഒരു പ്രത്യേക സ്ഥാനത്ത് ഇരുത്തേണ്ട ആവശ്യമുണ്ടോ? ഇല്ലാത്തതുപോലെ ഇതുപോലെയാണ് ആവശ്യമറിഞ്ഞ് ഭഗവാൻ ജലദാനം ചെയ്യുന്നതിനെ. അതുപോലെ ഭഗവാൻ ഈ ഭക്തന്റെ മേൽ സർവ്വകൃപ വർഷിക്കുകയാണ്. ആ കൃപ വർഷിക്കുമ്പോൾ ഒരു പ്രത്യേക അധികാരം പോലും ഭഗവാൻ ഇല്ല എന്നാണ് പറയുന്നത്. ധനവും എല്ലാം, ശരീരവും മനസ്സും വാക്കും പ്രവൃത്തിയും ധനവും എല്ലാം ഭഗവാന്റേതായിത്തീരുന്നു. സ്വയം അതൊന്നും സമർപ്പിക്കേണ്ട കാര്യം പോലും വരുന്നില്ല. ഇവിടെ വായിച്ചിട്ട് ഭഗവാൻ ഒന്നും സമർപ്പിക്കേണ്ടതില്ല എന്നൊക്കെ കേൾക്കരുത്. ഭഗവാനിൽ സ്വയം സമർപ്പിതമായി തീരുകയാണ്. അല്ലേ? ഞാൻ അവിടുത്തേതാകുന്നു എന്നല്ലേ? അവിടുത്തേതാകുന്നു ഞാനൊന്ന് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വല്ലതും എനിക്കുണ്ടാവും. ഞാൻ തന്നെ ഭഗവാന്റേതായി സമർപ്പിതനാവുകയില്ല. ത്വമേവാഹം എന്ന് പറഞ്ഞിട്ട് എന്താണ്? ഞാൻ അങ്ങയുടേതാകുന്നു, അങ്ങ് എന്നെ രക്ഷിച്ചുകൊള്ളൂ എന്നല്ലേ നമ്മുടെ പ്രാർത്ഥന, അല്ലേ? അങ്ങനെ രക്ഷ മഹാപ്രഭോ എന്ന് നമ്മൾ വിളിക്കുന്ന അവസരത്തിൽ സർവ്വം അങ്ങയുടേതാണ് എന്ന് വിട്ടുകൊടുക്കുകയാണ്. താൻ തന്നെ എങ്ങനെയാണ് അങ്ങാണ് എന്നിരിക്കുന്നത് കൊണ്ട്
തൻ്റേതായുള്ളതെല്ലാം സമർപ്പിതമാവുകയാണ് എന്നർത്ഥം. പ്രിയപ്പെട്ട അമ്മേ, ഭഗവാന് അർപ്പണം ചെയ്യുന്ന വസ്തുക്കൾ മാത്രമേ ശേഷിക്കുകയുള്ളൂ. എന്താണ് ഭഗവാൻ അർപ്പണം ചെയ്യുന്ന വസ്തുക്കളായി നമ്മൾ ഒരുപക്ഷെ കാഴ്ചയിൽ കണ്ടെന്ന് വരും, വസ്തുക്കളായി നമ്മൾ കാണും. പക്ഷെ അവയെല്ലാം ഈശ്വരാർപ്പണമായി തീരുന്നു എന്നാണ്. നമ്മുടെ ഭഗവത് സന്നിധിയിൽ ഏതെങ്കിലും കൊണ്ടുവച്ചാൽ നമ്മുടെ പോക്കറ്റിൽ ഇരുന്നതാണെന്ന് വെച്ചാൽ നമ്മൾ ഈശ്വരന് സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ നമ്മളൊരു ദിവ്യ വസ്തുവായിട്ടാണ് കാണുന്നില്ലേ. സാധാരണ എൻ്റെ കാശാണ്, ഞാൻ 10 രൂപ കാണിക്കുകയാണ്, കാണിക്ക് ഞാൻ ഇട്ടിട്ട് ഇതെങ്കിലും എന്ന് പിന്നെ ആരെങ്കിലും ഭാവിക്കാറുണ്ടോ? ഇല്ല. നദി നദിക്കടലിൽ ചേരുന്ന പോലെയൊക്കെ ലയിക്കുക. നദിക്കടലിൽ ചേർന്നാൽ പിന്നെ നദീജലമില്ല എന്നതുപോലെ ഭഗവത് തത്വമായി പരിണമിക്കുകയാണ്. പക്ഷെ ഇത് വേണം പൂർണ്ണമായും മനസ്സിൽ പൂർണ്ണമായി സമർപ്പിക്കാതെ മറ്റൊരു ഗത്യന്തരവും ഇല്ല. പ്രിയപ്പെട്ട അമ്മേ, പ്രേമത്തെപ്പറ്റി പറഞ്ഞതുകൊണ്ടും എഴുതിയതുകൊണ്ടും അഭിമാനിച്ചതുകൊണ്ടും കാര്യമില്ലല്ലോ. പഞ്ചാംഗത്തിൽ അത് പറഞ്ഞ് ധാരമുറിയാതെ ഭഗവാനിലേക്ക് ഒഴുകുന്ന ചിത്തവൃത്തിയെ പ്രേമം എന്ന് പറയുന്നു. ആരംഭത്തിൽ ഞാനത് ഇവർ പറഞ്ഞതാണ്. ധാരമുറിയാതെ തൈലധാര പോലെ എന്നാണ്. അതാണ് ഈശ്വരഭക്തി എന്നർത്ഥം. പ്രേമം എന്ന ശബ്ദം സാർത്ഥകമായി ഭവിക്കുന്നു. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തു ഏതാണോ നമ്മുടെ പ്രാണനാധാരമായ വസ്തു ഏതൊന്നാണോ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏകമാത്രമായ അവലംബനം ഏതൊന്നാണോ, ആ പ്രിയതമനെ ഒരു ക്ഷണനേരമെങ്കിലും നമുക്ക് മറക്കാൻ കഴിയുമോ? അതാണ് പ്രേമം. ഒരു നേരം പോലും മനസ്സിൽ നിന്ന് ഈശ്വരസ്മരണ മാറാതിരിക്കുക. ഗുരുദേവൻ ശിഷ്യനോട് ചോദിച്ചില്ലേ, വെള്ളത്തിൽ പിടിച്ചതാക്കി വെച്ചിട്ട് നിനക്ക് എന്ത് തോന്നി? ഒരു നിമിഷം മുമ്പ് ശ്വാസം വിടണം. അതുപോലെ നിനക്ക് എപ്പോഴെങ്കിലും ഈശ്വരസ്മരണം കൂടാതെ വയ്യ എന്ന അവസ്ഥ ഉണ്ടായോ? ഇല്ല. എന്നാൽ അപ്പോൾ വരൂ എന്ന് പറഞ്ഞയച്ചു. അപ്പോൾ പരമപ്രേമം എന്ന് പറയുന്നത് ഒരു നേരവും തിരിയാത്ത ഈശ്വരസ്മരണമാവുന്നു എന്നാണ്. ആ പ്രിയതമനെ ഒരു ക്ഷണം മാത്രമെങ്കിലും നമുക്ക് മറക്കുവാൻ കഴിയുമോ? അതാണ് പ്രേമം. പ്രേമം വിശുദ്ധമാണ്. ദൈന്യത്തെ പറ്റി പറഞ്ഞു. പ്രേമാഗ്നിയിൽ താനും തൻ്റെയും ആഹുതി ചെയ്യപ്പെടുന്നു. സമ്പൂർണ്ണ സമർപ്പണം തന്നെയാണ് പ്രേമത്തിൻ്റെ സ്വരൂപം. പ്രേമം വാണിക്ക് വിഷയമല്ല. അവിടെ നിന്നാണ് നമ്മളിങ്ങനെ ചുറ്റിക്കറങ്ങിയത്. വാണിക്ക് വാക്കിന് വിഷയമാകുന്നില്ല. അതിൻ്റെ പൂർണ്ണ അധികാരവും പ്രേമാസ്പദന് മാത്രമുള്ളതാണ്. പ്രേമോദിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും അർപ്പണം ചെയ്യേണ്ടി വരുന്നില്ല. സർവവും സ്വയമേവ സമർപ്പിതമാവുകയാകുന്നു. ഭരിക്കുന്നത് ഭഗവാന്റെയും സ്വഭാവമാണ്. ഭഗവാനെ ആരാണോ ഭരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയെ ആദ്യമായി തൻ്റെ പ്രേമിയാക്കി മാറ്റും. ഭഗവാനെ സ്മരിക്കുന്നവനെ ഭഗവാൻ സ്മരിക്കുന്നു, ഭഗവാനെ ഭരിക്കുന്നവനെ ഭഗവാൻ ഭരിക്കുകയാവുന്നു എന്നാണ്. എപ്പോൾ അത് വിട്ട് മറ്റൊന്നിനെ പിടിക്കുമോ ഭഗവാൻ അവനെ വിട്ട് പോരുകയും ചെയ്യുന്നു. നമ്മൾ കേൾക്കുമല്ലോ, ലക്ഷ്മി ദേവിയോടൊപ്പം ഇരുന്ന ഭഗവാൻ പെട്ടെന്ന് അന്തർധാനം ചെയ്യാൻ പോകുമ്പോൾ ലക്ഷ്മി ദേവിയോട് പറഞ്ഞു, ഒരു ഭക്തൻ എന്നെ നിലവിട്ട് വിളിക്കുകയാണ്, രക്ഷിക്കാതെ ഞാൻ പോവുകയാണ്. പോയ പാടെ തിരിച്ചു വന്നു, വേഗത്തിൽ വന്നു. വന്നപ്പോൾ ചോദിച്ചു, അതെന്ത്? അവൻ തിരിച്ചടിക്കാൻ ആരോ തല്ലിയപ്പോഴാണ് അവൻ ഭഗവാനെ വിളിച്ചത്. അവൻ ഭഗവാനെ വിളിച്ച് കയറിയപ്പോൾ ഭഗവാൻ രക്ഷിക്കാനായി പുറപ്പെട്ടതാണ്. പക്ഷേ അയാൾ തിരിച്ചടിക്കാൻ തുടങ്ങിയപ്പോൾ അയാൾ തന്നെ വിട്ടിട്ട് സ്വയം ഏറ്റെടുത്തല്ലോ, എനിക്കങ്ങോട്ട് ആചാരി വസ്ത്രാക്ഷിത്തെ ആയപ്പോൾ എന്നുള്ളിൽ വാഴുന്ന കൃഷ്ണ എന്ന് വിളിച്ചു. അതിന് മുമ്പ് വിളിച്ചത് ദ്വാരകാവാസിൻ എന്നാണ് വിളിച്ചത്. അല്ലയോ ദ്വാരകാവാസിയായ കൃഷ്ണ, ഒരു വന്നില്ല. കുറെ വിളിച്ചു, ദ്വാരകാവാസി എത്തിയില്ല. എന്നുള്ളിൽ വാഴുന്ന കൃഷ്ണ എന്ന് വിളിച്ചപ്പോഴേക്കും സാരിയായി അവതരണനായി. ഞാൻ പറഞ്ഞത് ആ എന്നുള്ളിൽ എന്നുള്ള ഭാവം മാറ്റം വന്നപ്പോൾ എന്നാണ് എൻ്റെ അർത്ഥം. അല്ലാതെ ദ്വാരകാവാസി എന്ന് വിളിച്ചപ്പോൾ വന്നില്ല, പിന്നെ എന്നുള്ളിൽ വാഴുന്ന കൃഷ്ണ എന്ന് വിളിച്ചപ്പോൾ വന്നു എന്ന ആ വാക്കുകൾക്കല്ല, അതിനപ്പുറമായ ഒരു അർത്ഥമാണ് എടുക്കേണ്ടത്. അങ്ങ് ദൂരെ നിന്ന് ഭഗവാനെ സ്മരിക്കലല്ല, എന്നുള്ളിൽ വിലയം പ്രാപിച്ചിരിക്കുന്ന ഈശ്വര എന്ന് വന്നപ്പോൾ താനും ഭഗവാനും വേറെ അല്ലാതെ വന്നു. അതാണ് കൃഷ്ണയുടെ ഭക്തി പ്രത്യേകത. പ്രേമാപ്തിയിൽ ബന്ധനങ്ങളെല്ലാം ശിഥിലമാകുന്നു. ഒരു ബന്ധം മാത്രം ശേഷിക്കുന്നു. അതാണ് പ്രേമബന്ധനം. ആനന്ദവസ്തുവായ ഭഗവാനുമായുള്ള അഭേദ്യമായ ബന്ധമാണ് പ്രേമബന്ധനം. ഭഗവാനും താനുമായുള്ള അഭേദ്യമായ ബന്ധമാകുന്നു എന്നർത്ഥം. അതിൽ സ്വാർത്ഥത്തിൻ്റെ ലേശം പോലും പ്രേമത്തിലില്ല. പ്രേമത്തിൽ സ്വാർത്ഥമില്ല,
ഭഗവത് പ്രേമം അന്തിമമായ പരമപുരുഷാർത്ഥമാണ്. നമ്മൾ കർമ്മർത്ഥം കാമം മോക്ഷമൊക്കെ പറയില്ലേ, ആ അന്തിമമായത് മോക്ഷമല്ലേ? ആ മോക്ഷ ആനന്ദ അനുഭവമാണ് പ്രേമം. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നാം പ്രേമാനന്ദം അനുഭവിക്കുമ്പോൾ മോക്ഷം എന്നതിൻ്റെ ശുദ്ധിയാണ് അറിയുന്നത്. ഭഗവത് പ്രേമപ്രാപ്തിയിൽ നാം എവിടെയിരുന്നാലും സുഖികളായി ഭവിക്കുന്നു. പ്രേമം സുഖത്തിൻ്റെ പര്യായമാണ്, ദ്വേഷം ദുഃഖത്തിൻ്റെ പര്യായവുമാകുന്നു. അല്ലേ? ഒരൊറ്റ മതം തുലവിന്നു വീരാൻ പ്രേമം അതെന്നല്ലോ വരക്ക നമ്മ പാലം തോട്ടും പാർവണ ശശിബിംബവും കേട്ടിട്ടുണ്ട്. നമ്മെ പാലം തോട്ടിക്കൊണ്ടിരിക്കുന്ന പാർവണ ശശിബിംബം പരസ്പര പ്രേമമാകുന്നു. ആ ദിവ്യ പ്രേമത്തിന് ആസ്പദമായി തീരുകയിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ലെന്ന് ഇതായി കത്തിലൂടെ ഭഗവാൻ വിശ്വമിത്രനാണെങ്കിലും അമ്മേ എനിക്ക് വിശക്കുന്നു അമ്മിഞ്ഞതരൂ എന്ന് പറഞ്ഞ് പ്രേമമയ്യായ യശോദയെ കെട്ടിപ്പിടിച്ചില്ലേ? അതാണ് പ്രേമത്തിൻ്റെ മഹിമ. തൻ്റെ സുഖത്തിന് വേണ്ടിയുള്ള ജീവിതം വേശ്യയുടെ ജീവിതമാണ്. ഭഗവാന്റെ തൻ്റെ സുഖത്തിന് വേണ്ടിയുള്ള ജീവിതം ഒരു സ്വയം ജീവിത അനർത്ഥത്തിലേക്ക് തള്ളിവിടുന്നവളെ പോലെയാണ്. മറിച്ച് ഭഗവാന് വേണ്ടിയുള്ള ജീവിതമാകുമ്പോഴോ ഭഗവാന്റെ സുഖത്തിന് വേണ്ടിയുള്ള ജീവിതമാണ് പ്രേമമായിരുന്നത്. പ്രേമഗന്ധത്തെ പരത്തുന്നത് പ്രേമപ്രാപ്തിക്കുള്ള സരളമായ സാധനമാണത്. തീവ്ര വ്യാകുലതയാണ്. ഈ പറഞ്ഞതെല്ലാം പ്രേമദർശനത്തിലെ ആശയങ്ങളാണെന്ന് പറയേണ്ടതില്ലല്ലോ. ഇതെല്ലാം സർവ്വചരണങ്ങളായിരിക്കാം. ചവച്ചതിനെ ചവയ്ക്കൽ, പറഞ്ഞതിനെ വീണ്ടും പറയുന്നതായിരിക്കാം. എങ്കിലും പറഞ്ഞുകൂടി നമ്മെ ക്ഷമിക്കാം. ഇനി പ്രകൃതിയിലേക്ക് പ്രവേശിക്കുന്നു എന്നത്രയും ആമുഖമായി പറഞ്ഞിട്ട് അടുത്ത കൃപയും വാത്സല്യവും എന്താണെന്ന് വിശദീകരിക്കുന്ന ഭാവം കൊണ്ട് സമയക്കുറവിനാൽ ആ കാര്യം നമുക്ക് പിന്നീടും ഇനിയും ഗുരുദേവ ജയന്തി വരും. അപ്പോഴും നമ്മളൊക്കെ വരും. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള ഭാഗങ്ങൾ ഗുരുദേവന്റെ വാക്കുകളിലൂടെ നമുക്ക് കേൾക്കാനിടയാക്കാം. അല്ലാതെ ഞാൻ എനിക്കറിയാവുന്ന തുച്ഛമായ കാര്യങ്ങൾ പറഞ്ഞ്